ഇക്കഴിഞ്ഞ ക്രിസ്മസ് അവധിക്കാലത്ത് നടന്ന ഒരു സവാരിക്കഥയാണ് കേട്ടോ ഇത്. വലിയ പ്ലാനിംഗ് ഒന്നുമില്ലാതെ ഞങ്ങളുടെ സ്വന്തം ശകടത്തിന്റെ വയറും നിറച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു. ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കോഴിക്കോട്ടേക്ക്. എത്ര പോയിട്ടും മതിവരാത്ത രുചികളുടെ നാട്, ബിരിയാണി മണമുറുന്ന കോഴിക്കോട്. പുതിയ ഹൈവേയുടെ ഭംഗി ആസ്വദിച്ച് അഭിമാനം പൂണ്ട് വലിയ ആയാസമൊന്നുമില്ലാതെ ഞങ്ങൾ കോഴിക്കോടെത്തി. റൂമിലെത്തി ലഗേജ് ഒതുക്കി വേഗം ഇറങ്ങി നടന്നത് പാരഗണിലേക്കാണ്. നല്ല തിരക്കുള്ള ഉച്ചനേരം. ലിസ്റ്റിൽ ഞങ്ങളുടെ പേരും ചേർത്ത് അന്നത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ നോക്കി വെള്ളമിറക്കി കുറച്ചു നേരം. ഒടുക്കം ഇരിക്കാൻ ഇടം കിട്ടി. ഒപ്പം നല്ല ചൂട് ബിരിയാണിയും പോത്തുകറിയും സ്വയംബൻ മീൻകറി കൂട്ടിയുള്ള ഊണും. ആഹാ കുശാൽ. യാത്രാക്ഷീണമൊക്കെ ഉച്ചമയക്കത്തിലൊതുക്കി വൈകുന്നേരം ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ചായ കുടിക്കുകയാണ് ലക്ഷ്യം. അതെ, ചായ. കോഴിക്കോടത്തെ ഒരു പുതിയ രുചിയിടം. കണ്ണാടിക്കൂടിലെ പത്തിരിയും മുട്ടമാലയും കാടമുട്ട റോസ്റ്റും ചിക്കൻ അടയുമൊക്കെ തൊട്ട് കാണിച്ച് കുട്ടയിലാക്കിയെടുത്തു. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. എല്ലാം ആസ്വദിച്ച് കഴിച്ച് നല്ലൊരു ഉശിരൻ ചായയും കുടിച്ച് അവിടെ നിന്നിറങ്ങി നേരെ പോയത് മാനാഞ്ചിറയിലേക്കാണ്. ചരിത്രമുറങ്ങുന്ന മിഠായി തെരുവിലെ വൈകുന്നേരങ്ങൾക്ക് ഒരു പ്രത്യേക ചന്തം തന്നെയാണ്. ചെറിയ അമ്പലങ്ങളും പലതരം കടകളും പള്ളിയുമൊക്കെ കലർന്ന അലുവ മണക്കുന്ന മിഠായി തെരുവിലേക്കുള്ള ഈ വരവും അലുവ വാങ്ങാൻ തന്നെയാണ് കേട്ടോ. ശങ്കരൻ ബേക്കറി. വർഷങ്ങളുടെ പാരമ്പര്യ രുചി ഇന്നും ലവലേശം കൈവിടാതെ അലുവ വൈവിധ്യങ്ങളുടെ നീണ്ട നിരയാണ് അവരവിടെ ഒരുക്കിയിരിക്കുന്നത്. പുതിയ രുചികൾ നുണഞ്ഞ് ചിലത് കൊതിയോടെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. പാതിരാവോളം കുടുംബവും കുട്ടികളുമൊക്കെയായി ഒരു സന്ദേഹവും ഇല്ലാതെ സമയം ചെലവിടുന്ന കോഴിക്കോട്ടുകാർ. ഈ ബീച്ചിലാണ് കേരളത്തിലെ സുന്ദരമായ സുരക്ഷിതമായ നൈറ്റ് ലൈഫ് കണ്ടിട്ടുള്ളത്. അതും ഇത്രയും ജനപങ്കാളിത്തത്തോടെ. ഡാൻസും പാട്ടും സ്ട്രീറ്റ് ഫുഡുമൊക്കെയായി രാത്രികൾ ഇവിടെ വളരെ സജീവമാണ്. ഒരു സുലൈമാനിയും നുണഞ്ഞ് കടൽക്കാറ്റേറ്റ് കുറേയേറെ നേരം സൊറ പറഞ്ഞിരുന്ന് ഞങ്ങളുടെ ഈ കുഞ്ഞൻ യാത്രയുടെ ആദ്യ ദിനം ഞങ്ങൾ അവസാനിപ്പിച്ചു.